എന്താണ് ഈ ഗെയിമിനെ പറ്റി മനസ്സിലാക്കിയത്? ആരെന്ത് പറഞ്ഞാലും മിണ്ടരുത്. വിജയണ്ണം പറഞ്ഞ പോലെ ഉസ്പേത്തിനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തിനവർക്ക് അമ്മനവർക്ക് വാഴക്ക ചെമ്മെന്ന് പോകാ പറയുന്ന പോലെ ഈ പറയുന്നവര് നമ്മുടെ അടുത്തേക്ക് വരും. ഇതാണ് ഭയങ്കര തിരിച്ചറിവ്. ചിരിക്കാനല്ലേ പറഞ്ഞേ? പറ്റില്ല. ചിരിക്കാനല്ലേ പറഞ്ഞേ? എന്നിട്ട് അതാണോ ചെയ്യുന്നത് നിങ്ങള്? അല്ല പിന്നെ എന്താ ചെയ്യുന്നത്? ഏട്ടാ ഞാന് 10-17 വലിയ വലിയ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏട്ടാ. ഞാൻ ചോദിച്ചതല്ല നിങ്ങൾ പറയാം. ഗെയിമിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുക? ഇതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം. ബേസിക്കലി ആദ്യം സെൽഫായിട്ട് റെസ്പെക്ട് വേണം. നമുക്ക് സ്വന്തമായിട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിലേ വേറൊരാൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഉണ്ണിക്കണ്ണൻ എന്താന്ന് പറഞ്ഞാൽ മംഗലം ഡാമിൽ വന്നാലേ അറിയുള്ളൂ. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഫസ്റ്റ് 180 പേർക്ക് ചോറ് കൊടുത്തു. രണ്ടാം പ്രാവശ്യം ഞാൻ ഒന്നും ചോദിച്ചില്ല. ഉണക്കൊണ്ണം പോലീസുകാരൻ പറ്റാത്ത വേറെ എന്റെ പൊന്നോ ഇതെന്താടാ? എന്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ പണിക്കാരന്റെ പുതിയ പൂട്ടുവെപ്പ പറഞ്ഞേനി. ഈ മൈരൻ പണിഞ്ഞ പണിയാ ദേ കണ്ട കണ്ട കേട്ടിട്ടടാ കേട്ടിട്ട് നിന്നെ ഞാൻ ഇത് കാണിക്കണില്ല മൈരെ. നിന്നെ കാണിക്കണില്ല. പാവം. അതെ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ ഈ ഭാര്യയുടെ ലഗേജ് പിടിക്കാൻ സഹായിക്കണം. അതങ്ങ് ഓസ്ട്രേലിയയില്, ഇത് കേരളം കൊച്ചി. ഇവിടെ ഭർത്താക്കന്മാര് നെഞ്ചു വെച്ച് മുന്നേ അടക്കും, ഭാര്യമാര് പുറകെ അടക്കും. അതാണ് സംസ്കാരം. ഇത് കേരളമാണ്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കെട്ടാ ചെൽക്കും കുതിര. എല്ലാരും ജോസിന്റെ സൗണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണതൊക്കെ എന്തിനാണ്? അതൊക്കെ എന്റെ ഇടുന്നു, ഇതില് വന്നിടുന്നു. വീഡിയോയില് സദ്യക്ക് പപ്പടം വിളമ്പിപ്പോ പപ്പടം കൊടുത്ത സദ്യക്ക് കൈ കൊണ്ട് പപ്പടം എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല. അത് അദ്ദേഹം നൈസായി എടുത്ത് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരുന്നു. സാധാരണ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, കൊടുക്കേണ്ടി വരുന്നു. അപ്പോ തന്നെ കൈ കാണിക്കും, സാനിറ്റൈസർ വരും, കൈ അവിടെ വെച്ച് കഴുകും. ആളുകൾ വരുമ്പോ അളിയാ മുത്ത, എന്തിനാടാ നീ ഇതിനൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയത്? ഇങ്ങനത്തെ ഒക്കെ ഇതായിട്ടാണോടാ നീ ഇറങ്ങണത്? എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഇനിയിപ്പോ വർഗീയതാവും. വേണ്ട, കാര്യല്ല. എന്താടാ ഇങ്ങനെയൊക്കെ? വീഡിയോയില് സദ്യക്ക് പപ്പടം വിളമ്പിപ്പോ പപ്പടം കൊടുത്ത സദ്യക്ക് കൈ കൊണ്ട് പപ്പടം എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല. അത് അദ്ദേഹം നൈസായി എടുത്ത് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിന് അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ കൈ കഴുകണല്ലേ? ഇങ്ങനത്തെ ഒക്കെ നാട് ഭരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നന്നായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ലേ? നല്ല ആൾക്കാരെയാണ് വിജയിപ്പിച്ചത്. ഗുഡ്. എന്താടാ, ഞാക്കൊരു ഇതുണ്ടായിരുന്നു. സുരേഷ് ഗോപി പറയുമ്പോ ഫിലിമില് അതൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് കാണുമ്പോ റിയൽ ലൈഫിലെ ക്യാരക്ടറിലെ ആള് അല്ലടാ. റിയൽ ലൈഫ് ക്യാരക്ടറിലെ ആളല്ല. സിനിമയിൽ മാത്രമുള്ള ആൾക്കാർ നല്ലത്. മനുഷ്യത്വം എന്നുള്ളൊരു സാധനം ഇല്ല, ഹ്യൂമാനിറ്റി ഒന്നുമില്ല മുത്തിന്റെ. മറ്റാൾക്ക് എന്നിട്ടും MP ആവണം, തൃശ്ശൂരിന്റെ MP ആവണം. തൃശ്ശൂരാണ്ട് എടുക്കണം. എത്ര കയ്യിലിരിക്കും ഇങ്ങനെയും ആരില്ല. വോട്ട് ചെയ്തവര് നോക്കിയാൽ മതി മുത്ത. ഒന്നും പറയണില്ല വേറെ. നീ പറഞ്ഞു കഴിഞ്ഞാ നീ പാർട്ടി കാര്യങ്ങളൊക്കെ ആവും. വേണ്ട, അത് കിട്ടും. ഇതിപ്പോ കണ്ടപ്പോ പറഞ്ഞു അത്ര തന്നെ. ഇവന്റെ കേസൊക്കെ അറിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇത് പറയാക്കൊരു ആഗ്രഹം ഇല്ല. ഇവന്റെ ഒക്കെ കാര്യമില്ല മുത്ത. ഷാജാനെ ഒന്നും കാര്യമില്ല. സ്ക്രിപ്റ്റ് എടുത്തിട്ടും ഇപ്പൊ തൊപ്പിയുടെ തലയ്ക്ക് ആക്കിണ്ടാവേ രണ്ടാമത്തെ കേസ്. അടുത്ത സ്ക്രിപ്റ്റ് ഇവന്റെ തൊപ്പിനായിട്ടാന്ന് അവൻ പറയുന്നത്. ഇപ്പൊ എന്ത് ഒട്ടയുടെ അടുത്ത സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കാണ് മണ്ടൻ. വെറുതെ അല്ല ഇവനെ പോത്തിനെ പോത്ത് വിളിക്കുന്നു. നമസ്കാരം. വെറുതെ അല്ല ഇവനെ പോത്തെന്ന് വിളിക്കുന്നു. അത് കാര്യമില്ല മുത്ത. പോയി നീ സ്ക്രിപ്റ്റ് ഒന്നും ഇറക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ മണവാളിനെ എല്ലാരും വെല്ലുവിളിക്കുക.